സോളാർ കേസിലെ പ്രതി സരിത എസ് നായരെ വിവാഹം കഴിക്കുവാൻ ബിജു രാധാകൃഷ്ണൻ ഭാര്യയായ രശ്മിയെ കൊലപ്പെടുത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. അമിതമായി മദ്യം നൽകി രശ്മിയെ ബോധരഹിതയാക്കിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബിജുവിന്റെയും രശ്മിയുടെയും 11 വയസ്സുള്ള മകന്റെ മൊഴി നിർണായക തെളിവായി കോടതിയിൽ രേഖപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചു. സ്ത്രീധന പീഡനം, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ബിജുവിന്റെ മേൽ ചുമത്തിയിട്ടുള്ളത്. സ്ത്രീധന പീഡനവും തെളിവ് നശിപ്പിക്കലുമാണ് രാജമാളിന്റെ പേരിലുള്ള കുറ്റം. സരിത എസ് നായരടക്കം 43 സാക്ഷികളെ പ്രോസിക്യൂഷൻ ഭാഗത്തിനു വേണ്ടി വിസ്തരിച്ചു. 60ഓളം രേഖകളും മറ്റ് തൊണ്ടി സാധനങ്ങളും കോടതിയിൽ ഹാജരാക്കി. പ്രതിഭാഗത്തു നിന്നും 3 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് BN ഹസ്കറും കോടതിയിൽ ഹാജരായി. 2006 ഫെബ്രുവരി 4-നായിരുന്നു രശ്മി കൊല്ലപ്പെട്ടത്. സ്ത്രീധന പീഡനത്തെ തുടർന്നുണ്ടായ മരണം എന്ന നിലയിലാണ് ലോക്കൽ പോലീസ് അന്ന് കേസെടുത്തത്. എന്നാൽ പിന്നീട് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് രശ്മിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കൊല്ലം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി CG സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മീഡിയ 1 കൊല്ലം.